ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ ആണ്. കളക്ഷൻ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു ഒറ്റ വേരിയബിൾ നെയിമിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സിനെയാണ് കളക്ഷൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലിസ്റ്റ് എന്ന് പറയുന്ന കളക്ഷൻ ഡാറ്റ ടൈപ്പാണ്. ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് L1 എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ നെയിം ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ സാധാരണ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും, അതിന്റെ വാല്യൂ അസൈൻ ചെയ്യും. ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസ്, അതായത് ഒരു മൾട്ടിപ്പിൾ വാല്യൂസ് ആണ് ഒരു സിംഗിൾ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. പകരം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞ് വാല്യൂസ് കൊടുക്കുക. കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഒരു മെത്തേഡാണ്. ഞാൻ പ്രിന്റ് ചെയ്ത് കാണിക്കാം. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. L1 ഈക്വൽ ടു ലിസ്റ്റ്, പിന്നെ റൗണ്ട് ബ്രാക്കറ്റ്സ് കൊടുക്കുക. ഒരു റൗണ്ട് ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ നമുക്ക് വാല്യൂസ് കൊടുക്കുക. ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ലിസ്റ്റ് തന്നെയായിരിക്കും. പ്രിന്റ് L1. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് പറയാനാണെങ്കിൽ ലിസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ലിസ്റ്റ് ഐറ്റംസ് ആർ ഓർഡേഡ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ഓർഡർ ഏതാണോ ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും നമുക്ക് എപ്പോഴും അതിന് പ്രിന്റ് ചെയ്താലും അല്ലെങ്കിൽ ആക്സസ് ചെയ്താലും കിട്ടുന്ന വാല്യൂസ്. ആ ഒരു ഓർഡർ ചേഞ്ച് ചെയ്യത്തില്ല. ദെൻ ചേഞ്ചബിൾ, അതിന്റെ ഡാറ്റ ചേഞ്ചബിൾ ആണ്. ഇപ്പൊ 1 2 3 എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന ആ വാല്യൂസ് നമുക്ക് അതിൻ്റെ അകത്ത് ഒരെണ്ണമോ കൂട്ടമായോ എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. എങ്ങനെയാന്നൊക്കെ പറയാം. ദെൻ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗ ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗ ചെയ്യും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 1 2 3 1 1 1 ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കൊടുക്കാം. അത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗ ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടോ, ഇങ്ങനെ എത്ര വേണമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗ ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ലിസ്റ്റ്. ദെൻ നമുക്ക് ലിസ്റ്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് ആ ഒരു ലിസ്റ്റിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലിസ്റ്റ് ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ് താഴേക്ക്. എന്നിട്ട് അതിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയും. ലിസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് len ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. len ഓഫ് എന്ന് പറയുന്നതാണ് ലിസ്റ്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ. ഇപ്പൊ 4 എന്ന് പറഞ്ഞു, വിച്ച് മീൻസ് ആ ഒരു 4 ഐറ്റംസ് ആയിരിക്കും ആ ഒരു ലിസ്റ്റിൽ ഉള്ളത്. അതാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇൻറ്റീജർ വാല്യൂസ് മാത്രമല്ല, ക്യാരക്ടർ വാല്യൂസോ ഫ്ലോട്ട് വാല്യൂസോ എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി മിക്സഡ് ഡാറ്റ ടൈപ്സ് ഉള്ള വാല്യൂസും മിക്സഡ് ഡാറ്റ ടൈപ്സ് ഉള്ള ഒരു ഇതും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്പർ വാല്യൂസും ഞാൻ 1 2 3 ഇത് ഞാനൊരു സ്ട്രിംഗ് വാല്യൂസ് കൊടുക്കുക. ഇനി ഫ്ലോട്ട് വാല്യൂസ് വേണമെങ്കിൽ ഫ്ലോട്ട് വാല്യൂസ്. ഇനി ബൂലിയൻ വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് ബൂലിയൻ വാല്യൂസും കൊടുക്കാം. അങ്ങനെ നമുക്ക് എനി ടൈപ്പ് ഓഫ് വാല്യൂസ് നമുക്കൊരു ലിസ്റ്റിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് ഉള്ള ഒരു ലിസ്റ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലിസ്റ്റിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എപ്പോഴും അത് ഒരു ലിസ്റ്റ് ആയിരിക്കും. അതിൻ്റെ അകത്തുള്ള ഡാറ്റയുടെ ടൈപ്പ് ആയിരിക്കത്തില്ല. അതിപ്പോൾ സിംഗിൾ ഡാറ്റ ടൈപ്പ് കൊടുത്താൽ പോലും നമുക്ക് ഒരു ലിസ്റ്റിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ് ആയിരിക്കും. ക്ലാസ് ലിസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക്
ലിസ്റ്റിൻ്റെ അകത്ത് നിന്ന് ഡാറ്റനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് ആണെന്ന് പറഞ്ഞു. ഓർഡേർഡ് മീൻസ് അതിനൊരു ഇൻഡെക്സിങ് ഫോർമാറ്റ് ഉണ്ട്. 0 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇൻഡെക്സിങ് ഫോർമാറ്റ് ആണ് ഒരു ലിസ്റ്റിനുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ L1 ഈക്വൽ ടു ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത്ര വാല്യൂസ് ഉള്ള ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ലിസ്റ്റിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0th ഇൻഡെക്സിൽ നിന്നായിരിക്കും. അതായത് 1 എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു എലമെന്റ് ഇരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 0th ഇൻഡെക്സിലാണ്. ദെൻ അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് ആണ്. ദെൻ സെക്കൻഡ് ഇൻഡെക്സ്. അങ്ങനെയാണ് ആ ഒരു ഇൻഡെക്സിങ് ഓർഡർ പോകുന്നത്. ഇനി നെഗറ്റീവ് ഇൻഡെക്സിംഗ് ആണ്. നെഗറ്റീവ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഐറ്റം -1 ഇൻഡെക്സ് പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് -2ലായിരിക്കും. അങ്ങനെ ബാക്കിലേക്ക് പോകുന്ന രീതിയിൽ നെഗറ്റീവ് ഇൻഡെക്സിങ്ങും ഉണ്ട്. നമുക്ക് ഒരു ഐറ്റം ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒരു ഐറ്റം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിന്റെ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യും. ഇപ്പൊ ആദ്യത്തെ ഒരു എലമെന്റ് ആണ് എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ L1 സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇൻഡെക്സ് പൊസിഷൻ കൊടുക്കുക. ഇൻഡെക്സ് ഏതാണ് ആദ്യത്തെ ആയതുകൊണ്ട് ഞാൻ 0th ഇൻഡെക്സ് കൊടുത്തു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐറ്റം 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി എനിക്ക് വേറെ ഇൻഡെക്സിലുള്ളതാണ് വേണ്ടെങ്കിൽ ആ ഒരു ഇൻഡെക്സ് നമ്പർ കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്കൊരു കറസ്പോണ്ടിങ് ഇൻഡെക്സിലുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇനി നെഗറ്റീവ് ഇൻഡെക്സിംഗ് എന്ന് പറയുമ്പോഴത്തേനും -1 എന്ന് പറയുന്ന ലാസ്റ്റ് ഐറ്റം ആയിരിക്കും -1 ഇൻഡെക്സിൽ ഇരിക്കുന്നത്. -2ലാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം. അതുപോലെ അങ്ങ് ആ ഒരു ഇത് പോകും. ഇതിന് നമുക്ക് റേഞ്ച് ഓഫ് ഇൻഡെക്സിലുള്ള വാല്യൂസ് വേണം. അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്തെടുക്കുക. -2 to 4 എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ 2 ഐറ്റം ആണ് നമുക്ക് കിട്ടുക. അത് സെക്കൻഡ് ഇൻഡെക്സ് പൊസിഷനിൽ ഇരിക്കുന്നതും തേർഡ് ഇൻഡെക്സ് പൊസിഷനിൽ ഇരിക്കുന്ന ഐറ്റം ആയിരിക്കും കിട്ടുക. ഫോർത്ത് ഇൻഡെക്സ് പൊസിഷൻ അവിടെ എക്സ്ക്ലൂഡഡ് ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഐറ്റംസ് ഒരു ലിസ്റ്റിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ലിസ്റ്റിൻ്റെ അകത്തേക്ക് നമുക്ക് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ആദ്യത്തെ ഒരു മെത്തേഡ്, 2 മെത്തേഡാണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് L1 ഡോട്ട് അപ്പൻഡ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പൻഡ് എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു ലിസ്റ്റിന്റെ എൻഡിലേക്കായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 8 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 3 കഴിഞ്ഞിട്ടായിരിക്കും അത് ആഡ് ചെയ്ത് വരിക. ഇപ്പോൾ പ്രിന്റും കൂടി കൊടുക്കാം. നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു 8 എന്ന് പറയുന്ന വാല്യൂ ലാസ്റ്റ് പൊസിഷനിലേക്ക് നമുക്ക് ആ ഒരു ലിസ്റ്റിന്റെ ലാസ്റ്റ് പൊസിഷനിലേക്ക് ആഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് ഏതാണെന്ന് നോക്കാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസേർട്ട് മെത്തേഡ് ആണ്. ഇൻസേർട്ട് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേനും ഇൻസേർട്ട് മെത്തേഡിന് 2 വാല്യൂസ് ആണുള്ളത്. അതായത് നമുക്ക് ആഡ് ചെയ്യേണ്ട ഡാറ്റയും കൊടുക്കണം, അതുപോലെ തന്നെ പൊസിഷനും കൊടുക്കണം. ഇപ്പൊ എനിക്ക് ലാസ്റ്റ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ എനിക്ക് ഇൻ ബിറ്റ്വീൻ ഒരു പൊസിഷൻ എടുക്കണം, സെക്കൻഡ് പൊസിഷനിലേക്ക് ഒരു ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു സ്ട്രിംഗ് വാല്യൂസ് ആഡ് ചെയ്യുകയാണ്. എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് വാല്യൂ എനിക്ക് സെക്കൻഡ് പൊസിഷൻ എന്ന് വെച്ചാൽ 7ന് മുന്നേ ആയിട്ട് അപ്പു കയറി വരും. അതായത് 7 അതിനനുസരിച്ച് അഡ്ജസ്റ്റഡ് ആയി പോകും. സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്നത് തേർഡ് ഇൻഡെക്സ് പൊസിഷനിലേക്കാവും. അതുപോലെ തന്നെ അങ്ങ് മാറിപ്പോകും. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ 0th പൊസിഷനിൽ 1, ഫസ്റ്റ് പൊസിഷനിൽ 2, സെക്കൻഡ് പൊസിഷനിൽ അപ്പു, പിന്നെ ബാക്കിയുള്ളത് ഒറ്റ ഒരു ഇൻഡെക്സ് പൊസിഷന് അപ്പുറത്തേക്ക് മാറി മാറി പോയി. അതാണ് ഇൻസേർട്ട് കൊടുക്കുന്നത്. ഇൻസേർട്ട് അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇനി നമുക്ക് 2 ലിസ്റ്റിനെ എങ്ങനെ ആഡ് ചെയ്യാം, അതാണ് ഇനി നോക്കുന്നത്. 2 ലിസ്റ്റിനെ തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എക്സ്റ്റെൻഡ് മെത്തേഡ്. അതിനാദ്യം നമുക്കൊരു 2 ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഒരു നമ്പർ വാല്യൂസ് ഉള്ള ഒരു ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തു. ദെൻ ഒരു ക്യാരക്ടർ വാല്യൂസ് അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് വാല്യൂസ് ഉള്ള രണ്ടാമത്തെ ലിസ്റ്റും കൂടി ക്രിയേറ്റ് ചെയ്യാണ്.
ഇനി എക്സ്റ്റെൻഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അതായത് ഏത് ലിസ്റ്റിലേക്കാണ് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ലിസ്റ്റിന്റെ നെയിം ആദ്യം കൊടുക്കുക. അപ്പൊ എനിക്ക് L1ലേക്കാണ് എല്ലാം വേണ്ടത്. L1ഉം L2ഉം കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് L1ലാണ് എനിക്ക് റിസൾട്ട് വേണ്ടതെങ്കിൽ L1 ഡോട്ട് എക്സ്റ്റെൻഡ് ഏതാണ് ഇനി ആഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത്, അത് ഈ എക്സ്റ്റെൻഡിന്റെ ഉള്ളിൽ കൊടുക്കുക. L2 ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L1ന്റെ എൻഡിലേക്ക് L2ലുള്ള എല്ലാ ഐറ്റംസും ആഡായി വരും. പക്ഷെ L2ന് ചേഞ്ച് ഒന്നും വരത്തില്ല. നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ L1 ചേഞ്ച് ആയിട്ടുണ്ടാവും, L2 ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. നമുക്ക് കാണുവാണെങ്കിൽ L1ൻ്റെ അകത്ത് L2ലുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ആയി പോയി, പക്ഷെ നമുക്ക് L2ന് ചേഞ്ച് ഒന്നുമില്ല. അതാണ് നമുക്ക് രണ്ട് ലിസ്റ്റുകൾ തമ്മിൽ ആഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ലിസ്റ്റിൻ്റെ അകത്ത് നിന്ന് ഐറ്റംസിനെ ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പോപ്പ് മെത്തേഡാണ്. പോപ്പ് ചെയ്യുക, അതായത് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഐറ്റത്തിനെ പോപ്പ് ചെയ്യുക. ഞാൻ L1 ഡോട്ട് പോപ്പ് കോൾ ചെയ്തു, എന്നിട്ട് പ്രിന്റ് L1 കൂടി കൊടുക്കാം. നമ്മൾ നോക്കുവാണെങ്കിൽ 5 എന്നുള്ള വാല്യൂ നമുക്ക് അവിടെ നിന്ന് പോപ്പായി പോയിട്ടുണ്ട്. അതാണ് അവിടെ സംഭവിച്ചത്. ഇനി നമുക്ക് പൊസിഷൻ വെച്ചിട്ട് വേണമെങ്കിൽ L1ൻ്റെ അകത്തുനിന്ന് ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ പൊസിഷൻ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 3 എന്നുള്ള വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് പൊസിഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ നിന്ന് 3 എന്നുള്ള വാല്യൂ ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെയാണ് എന്ത് ചെയ്യാം, പൊസിഷൻ വെച്ചിട്ടും പോപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇനി DL എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐറ്റത്തിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. DL കീവേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഐറ്റത്തിനെ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് പറയാം. DL കൊടുക്കുക, ദെൻ ലിസ്റ്റിന്റെ പേര് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റിൽ അതിന്റെ ഏത് ഇൻഡെക്സ് പൊസിഷനിൽ നിന്നാണോ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് ആ ഒരു ഐറ്റത്തിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ലിസ്റ്റിനെ, എൻറ്റയർ ലിസ്റ്റിനെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതും DL കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ L1 ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന പ്രിന്റ് L1 വർക്ക് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ തന്നെ നമ്മൾ L1 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ എൻറ്റയർ ലിസ്റ്റേ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ലിസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട, പക്ഷെ അതിൻ്റെ അകത്തുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താ കൊടുക്കുക നോക്കിക്കഴിഞ്ഞാൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്ലിയർ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പൊ ലിസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ അവിടെ റിമെയിൻ ചെയ്യും, പക്ഷെ അതിൻ്റെ അകത്ത് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. കണ്ടോ, എംപ്റ്റി ലിസ്റ്റ് ആയിരിക്കും നമുക്കിവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അതാണ് ക്ലിയർ മെത്തേഡ്. ഇത്രയാണ് ലിസ്റ്റിന്റെ ഓപ്പറേഷൻസ് വരുന്നത്. അപ്പൊ ലിസ്റ്റ് എന്താണ്, ഓപ്പറേഷൻസ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.